ഒരു നാടൻ രസമാണ്. കുറേയായി രസത്തിന്റെ റിക്വസ്റ്റ് എനിക്ക് വരുന്നു. കുറച്ച് ലേറ്റ് ആയി എന്നറിയാം. നല്ല ടേസ്റ്റുള്ള ഒരു രസമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കാം. രസപ്പൊടി ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു രസമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ രസം എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് രസം ഉണ്ടാക്കാം. രസത്തിന് വേണ്ടിയിട്ട് 4 തക്കാളിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. മീഡിയം സൈസ് തക്കാളിയാണ്. പിന്നെ വേണ്ടത് ചെറിയുള്ളി, ഒരു 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത്. വലിയ വെളുത്തുള്ളി ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കറിവേപ്പിലയും മല്ലിയിലയും. പിന്നെ വേണ്ട നമുക്ക് മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ചെറിയ ജീരകമാണ്, നല്ല ജീരകം, അതൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക്, ഇത് മുഴുവനോടെയുള്ള കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. കുരുമുളകിന്റെ പൊടിയല്ല എടുക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. കായം ചെറിയ 2 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ്, വെളിച്ചെണ്ണ, ഇനി കുറച്ച് കടുകും ഉണക്കമുളകും വേണം. ഇത്രയാണ് നമുക്ക് രസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നല്ല നാടൻ രസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ആദ്യം നമുക്ക് തക്കാളി ഒന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്ത് വെക്കാം. ഒന്ന് വഴറ്റിയിട്ടാണ് രസം വെക്കുന്നത്. അപ്പോൾ ചെറുതാക്കിയിട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴഞ്ഞു കിട്ടും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രസമാണിത്. അപ്പം ഞാനിതൊന്ന് മുറിച്ചെടുത്ത് വെക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ചെറിയ ജീരകമില്ലേ, അത് ഇട്ട് കൊടുക്കാം. അത് ആദ്യം ഒന്ന് ചതച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ടിട്ട് കുരുമുളക് ഒന്ന് ചതയ്ക്കാം. ചതയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ജീരകവും കുരുമുളകും കൂടെ ചതച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളിയെ കഴിഞ്ഞും കൂടുതൽ വേണം വെളുത്തുള്ളി, എന്നാലാണ് രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചതഞ്ഞാൽ മതി. മിക്സിയിലിട്ട് അടിക്കരുത്, അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. എനിക്ക് ഇതാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നുള്ള് ഉലുവയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നമ്മളിത് രസപ്പൊടി ഒന്നും ഇല്ലാണ്ടാണ് രസം ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെറുതെ രസപ്പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റുള്ള രസം ഉണ്ടാക്കാം. ഉലുവ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളിത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് തക്കാളി. ഈ തക്കാളി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിക്കകത്തോട്ട് 1/4 സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. തക്കാളി അവിടെ ആവുന്ന സമയത്ത് നമുക്ക് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണിത്, വാളംപുളി. ഇത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് സമയം അടച്ചു വെച്ചിരുന്നാൽ മതി. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി. ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇപ്പം ഫ്ലെയിം കൂട്ടി വെക്കാം. ഈ രസം എൻ്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ രസമാണ്. നല്ല മണമാണ് ഈ രസം ഉണ്ടാക്കുന്ന സമയത്ത്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല.
നമുക്കിതിലേക്ക് ഇതാ പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പുളി അധികമായി പോകരുത്. ഇളക്കിയിട്ട് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട്. രസമല്ലേ, അപ്പം കുറച്ച് വെള്ളം പോലെയാണ് ഉണ്ടാവേണ്ടത്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് കായ ഇട്ട് കൊടുക്കാം. 2 കഷ്ണം കായാണ് ഇട്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടില്ലേ, ആ കൂട്ടാണ് ശരിക്കും രസത്തിൻ്റെ ആ ഒരു സ്മെല്ല് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ്. അത് നമ്മൾ തക്കാളിയിൽ ഇട്ടതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പം അത് പോരെ. ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നല്ല രസത്തിൻ്റെ മണമാണ് വരുന്നത്. കാരണം വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ, നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. ഇങ്ങനെയൊന്ന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. കുറച്ച് സമയം തിളച്ചുകൊണ്ടിരുന്നാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണ്ടവരാണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടിയിട്ട് കൊടുക്കാം. രസമാകുമ്പോൾ കുറച്ച് എരിവ് വേണമല്ലോ. കുറച്ച് സമയം തിളയ്ക്കണം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. അടച്ചു വെക്കണ്ട, തുറന്ന് വെച്ച് തന്നെ തിളപ്പിച്ചതാണ്. നല്ല ടേസ്റ്റുള്ള രസമാണ്. രസം ഞാൻ എപ്പോഴും ഓഫീസിൽ കൊണ്ടുപോകുന്ന സമയത്ത് ദീപ ചോദിക്കാൻ പറ്റും, ചേച്ചി എന്താ രസം ഇടാത്ത, രസം വീഡിയോ എടുക്കുകയെന്ന്. അങ്ങനെ ഞാൻ അവസാനം രസം എടുത്ത്. ഒരുപാട് പേര് അല്ലാതെ റിക്വസ്റ്റ് ചെയ്തിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ രസം ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചോദിച്ചാൽ മാത്രം പോരല്ലോ, ഉണ്ടാക്കി നോക്കണ്ടേ. ഉണ്ടാക്കിയിട്ട് എനിക്ക് അതിന് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് രസം എന്ന്. നമ്മൾ ഓഫാക്കാൻ പോവാണ്. ഓഫാക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു 3 തണ്ട് മല്ലിയില മുറിച്ചതിട്ട് കൊടുക്കുകയാണ്. 1 തണ്ട് കറിവേപ്പില ഇതിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഓഫാക്കാം. ഒന്ന് തിളച്ചിട്ടുണ്ട്, ഓഫാക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. വെൽക്കം ചെയ്യണം. Okay. Prasanna Master. Welcome to the show.